Hi friends, Week 19 Tenses സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയും എൻ്റെ ഫ്രീ ലൈവ് സെഷൻ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ യു ആർ മിസ്സിംഗ് ഔട്ട്. ലൈവ് സെഷൻ ജോയിൻ ചെയ്യാൻ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ സൺഡേയും മോർണിംഗ് 11 to 11:40 സൂമിലൂടെയാണ് ലൈവ് സെഷൻ. ലൈവ് സെഷനിൽ ടോപ്പിക് സംബന്ധമായ നിങ്ങളുടെ ഡൗട്ട്സ് ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇസ് ഓൾസോ നോൺ ആസ് പ്രസന്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ് ടെൻസ്. ഇപ്പോൾ ഈ ടെൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പാസ്റ്റ് ആൻഡ് പ്രസന്റിനെ കണക്ട് ചെയ്യും. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇറ്റ് ടോക്സ് അബൌട്ട് an action that started in the past and is still continuing now. എവിടേക്കാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് നോക്കാം. It is used to express an action that began in the past and has been in progress till the time of speaking. മുൻകാലങ്ങളിൽ ആരംഭിച്ച പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നു, സംസാരിക്കുന്ന സമയത്തും. എക്സാമ്പിൾ, I have been teaching since 9 AM. ഇപ്പോൾ ഈ രണ്ട് സെന്റൻസസിൽ എന്താണ് വ്യത്യാസം എന്ന് മനസ്സിലാക്കുക. I have learned to speak English. I have been learning to speak English. What's the difference? ആദ്യത്തെ സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. അതായത് ആ ആക്ഷൻ കഴിഞ്ഞു, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞു. ഐ ഹാവ് ബീൻ ലേണിംഗ് ടു സ്പീക്ക് ഇംഗ്ലീഷ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. അതായത് ഇപ്പോഴും ആക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല, എന്റെ പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ അഫർമേറ്റീവ് ഫോം നോക്കാം. റൂൾ സബ്ജക്ട് പ്ലസ് ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ പ്ലസ് first form of the verb plus ing plus object. ഇപ്പോൾ first form of the verb plus ing നമ്മൾ present participle എന്നും പറയും. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കൺഫ്യൂസിംഗ് ആണെങ്കിൽ അത് വിട്ടുകളയുക. and v1 plus ing എന്ന് ഓർത്തിരിക്കുക. ഇവിടെ സബ്ജക്ട്സ് I, you, we, they noun plural ആണെങ്കിൽ നമ്മൾ have ഉപയോഗിക്കും. സബ്ജക്ട് he, she, it noun singular ആണെങ്കിൽ നമ്മൾ has ഉപയോഗിക്കും. Example, I have been playing the violin for 2 hours. I am still playing now. ഇതിന്റെ അർത്ഥം ഞാൻ ഇപ്പോഴും വയലിൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. I have been reading War and Peace for a month now. നിങ്ങൾ ഇതുവരെയും എന്റെ വീഡിയോ കണ്ടതിനാൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിനാൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. Sea levels have been rising. ഇനിയും എവിടെയാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. Actions and states that begin in the past and have only just finished. മുൻകാലങ്ങളിൽ ആരംഭിച്ച പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവസാനിച്ചു. എക്സാമ്പിൾ, I have been waiting for hours. ഇതിന്റെ അർത്ഥം ഞാൻ കുറെ നേരം കൊണ്ട് ഒരു ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ആ ഫ്രണ്ട് വന്നതിന് ശേഷം ഞാൻ എന്റെ വെയിറ്റിംഗ് അവസാനിപ്പിച്ചു. ഒരു ആക്ഷൻ കൂടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, I have been getting this journal every week for a year. ഞാൻ ഈ ജേർണൽ എല്ലാ ആഴ്ചയും ഒരു വർഷത്തോളം വാങ്ങിക്കൊണ്ടിരുന്നു. ഇപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എത്രയും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എന്താണ് മാർഗം? ടൈം എക്സ്പ്രഷൻസ്. വരൂ ടൈം എക്സ്പ്രഷൻസ് മനസ്സിലാക്കാം, അത് ഓർത്തിരിക്കാം. ഇപ്പോൾ ടെൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഇത് വളരെ എഫക്റ്റീവ് ആണ്. ഏതൊക്കെയാണ് ടൈം എക്സ്പ്രഷൻസ്? സിൻസ് നമ്മൾ ഒരു പോയിന്റ് ഓഫ് ടൈം പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫോർ ഒരു പീരിയഡ് ഓഫ് ടൈം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓൾ ഡേ, ഓൾ നൈറ്റ്, ഓൾ ആഫ്റ്റർനൂൺ, ഓൾ ഈവനിങ്, ലേറ്റ്ലി, റീസെന്റ്ലി, ഇതെല്ലാം ടൈം എക്സ്പ്രഷൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ. ഇപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ കോൺട്രാക്റ്റഡ് ഫോം നോക്കാം. ഐ ഹാവ് ബീൻ റീഡിംഗ്. ഇപ്പോൾ ഐ ഹാവിന്റെ കോൺട്രാക്റ്റഡ് ഫോം ആണ് I apostrophe VE. I have been reading. I have been singing. ഇപ്പോൾ for and sinceന്റെ വ്യത്യാസങ്ങൾ. ഇപ്പോൾ for ഉപയോഗിക്കുമ്പോൾ എന്തായിരിക്കും സെന്റൻസിൽ വരുന്ന വ്യത്യാസം എന്ന് നോക്കാം. I have been living here for 3 years. ഇതൊരു പീരിയഡ് ഓഫ് ടൈം ആണ് പറയുന്നത്. I have been living here since 2020. ഇതൊരു പോയിന്റ് ഓഫ് ടൈം ആണ് കാണിക്കുന്നത്. വേർബ്സിനെ നമ്മൾക്ക് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഡൈനാമിക് വേർബ്സ്, ഒന്ന് stative verbs. ഡൈനാമിക് വേർബ്സിന്റെ എക്സാമ്പിൾ ആണ് ഈറ്റ്, റൺ, റീഡ്, വർക്ക് അങ്ങനെ. എന്നാൽ stative verbsന്റെ എക്സാമ്പിൾ ആണ് think, believe, understand,
no, like. ഇപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് സ്റ്റേറ്റീവ് വേർബ്സിനെ നമ്മൾ സൂക്ഷിക്കണം. അത് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇനിയും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ നെഗറ്റീവ് ഫോം നോക്കാം. സബ്ജക്ട് പ്ലസ് ഹാവ് നോട്ട് ബീൻ ഓർ ഹാസ് നോട്ട് ബീൻ പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ് പ്ലസ് ing പ്ലസ് ഒബ്ജെക്ട്. ഇവിടെ ഹാവ് നോട്ടിന്റെ കോൺട്രാക്റ്റഡ് ഫോം ആണ് haven't. ഇപ്പോൾ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ സബ്ജക്ട് പ്ലസ് ഹാസ് നോട്ട് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ് പ്ലസ് ing പ്ലസ് ഒബ്ജെക്ട്. ഇവിടെ ഹാസ് പ്ലസ് നോട്ടിന്റെ കോൺട്രാക്റ്റഡ് ഫോം ആണ് hasn't. ഹാവ് നോട്ടിന്റെയും ഹാസ് നോട്ടിന്റെയും കോൺട്രാക്റ്റഡ് ഫോംസ് നോക്കാം. I haven't been reading. We haven't been traveling. She hasn't been singing. Has plus subject plus been plus first form of the verb plus ing plus question mark. Have you been reading? Friends, now it's time for the practice exercise.